إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا في التوراة والإنجيل والقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. യാഥാർത്ഥ്യമിതാകുന്നു, അല്ലാഹു വിശ്വാസികളിൽ നിന്ന് അവരുടെ ദേഹവും ധനവും സ്വർഗത്തിന് പകരമായി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുകയും വധിക്കുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നു. അവരോടുള്ള സ്വർഗവാഗ്ദാനം അല്ലാഹു ഏറ്റെടുത്ത ബലിഷ്ഠമായ കരാറാകുന്നു. തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും അല്ലാഹുവിനേക്കാൾ കരാർ പാലിക്കുന്നവനായി ആരുണ്ട്? അതിനാൽ നിങ്ങൾ അല്ലാഹുവുമായി നടത്തിക്കഴിഞ്ഞ ഈ കച്ചവടത്തിൽ ആഹ്ലാദിച്ചുകൊള്ളുവിൻ. ഇതുതന്നെയാകുന്നു സർവോപരി മഹത്തായ നേട്ടം. ദൈവവും അവന്റെ ദാസനും തമ്മിലുള്ള ഈമാനാകുന്ന ഇടപാടിനെയാണ് ഇവിടെ കച്ചവടമായി വിശദീകരിച്ചിരിക്കുന്നത്. ഈമാൻ പ്രയോഗജീവിതവുമായി ബന്ധമില്ലാത്ത കേവലം അമൂർത്തമായ വിശ്വാസമല്ലെന്ന് ഇത് വ്യക്തമാക്കുന്നു. യഥാർത്ഥത്തിൽ പ്രസ്തുത ഇടപാട് മുഖേന അടിമ തന്റെ ദേഹവും ധനവും ദൈവത്തിന് സമർപ്പിക്കുന്നു. പകരമായി ദൈവം മരണാനന്തര ജീവിതത്തിൽ അവന് സ്വർഗം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഈ സുപ്രധാന വിഷയത്തിന്റെ ഉള്ളടക്കം മനസ്സിലാകുന്നതിന് ഏറ്റവും ആദ്യമായി പ്രസ്തുത ഇടപാടിന്റെ യാഥാർത്ഥ്യം നല്ലപോലെ ഗ്രഹിക്കേണ്ടതുണ്ട്. അടിസ്ഥാന യാഥാർത്ഥ്യം വെച്ച് നോക്കുമ്പോൾ മനുഷ്യന്റെ ജീവന്റെയും സ്വത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹു മാത്രമാകുന്നു. എന്തെന്നാൽ മനുഷ്യന്റെയും അവന്റെ പക്കലുള്ള സമസ്ത വസ്തുക്കളുടെയും സൃഷ്ടികർത്താവ് ദൈവമത്രേ. മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന സർവ്വവും അവന് നൽകിയതും ദൈവം തന്നെ. ഇങ്ങനെ നോക്കുമ്പോൾ കച്ചവടത്തിന്റെ പ്രശ്നമേ ഉദ്ഭവിക്കുന്നില്ല. അതായത് വിൽക്കാൻ മനുഷ്യന് സ്വന്തമായി ഒന്നുമില്ല. അവനോട് ദൈവം വല്ലതും വാങ്ങാൻ ദൈവത്തിന്റെ ഉടമസ്ഥതയിൽപ്പെടാത്തതായി ഒന്നുമില്ല. എന്നാൽ ദൈവം മനുഷ്യന് പൂർണ്ണമായി ഏൽപ്പിച്ചുകൊടുത്ത ഒരു കാര്യമുണ്ട്: വിവേചനാധികാരം. അതായത് തിരഞ്ഞെടുക്കാനും തീരുമാനിക്കാനുമുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യം. ഈ വിവേചനാധികാരം മൂലം യാഥാർത്ഥ്യത്തിന്റെ സ്വഭാവം മാറുന്നില്ലെങ്കിലും യാഥാർത്ഥ്യം അംഗീകരിക്കാനും നിരാകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് ലഭിക്കുന്നു. മറ്റു വാക്കുകളിൽ ഈ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം മനുഷ്യൻ തന്റെ ആത്മാവിന്റെയും മാനസിക ശാരീരിക ശക്തികളുടെയും ലോകത്ത് തനിക്ക് ലഭിച്ച അധികാരങ്ങളുടെയും ഉടമസ്ഥനായി കഴിഞ്ഞുവെന്നല്ല. അതെല്ലാം യഥേഷ്ടം ഉപയോഗിക്കാനുള്ള അവകാശം ലഭിച്ചു കഴിഞ്ഞുവെന്നുമല്ല. മറിച്ച് അതിന്റെ സാരമിതാണ്: ദൈവത്തിൽ നിന്നുള്ള ഒരു നിർബന്ധവും കൂടാതെ സ്വയമേവ തന്റെയും തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽ ദൈവത്തിന്റെ ഉടമാവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാൻ അവന് സ്വാതന്ത്ര്യമുണ്ട്. ഇനി സ്വയം ഉടമസ്ഥനായി ചമഞ്ഞ് ദൈവത്തെ അവഗണിച്ച് തന്റെ അധികാരപരിധിയിൽ യഥേഷ്ടം കൈകാര്യാവകാശമുണ്ടെന്ന് കരുതുന്ന പക്ഷം അതിനും സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് കച്ചവടത്തിന്റെ പ്രശ്നം ഉദ്ഭവിക്കുന്നത്. മനുഷ്യന്റേതായ ഒരു വസ്തു ദൈവം വിലക്ക് വാങ്ങുന്നു എന്ന അർത്ഥത്തിലല്ല ഈ കച്ചവടം. മറിച്ച് ഈ ഇടപാടിന്റെ ശരിയായ സ്വഭാവം ഇതാണ്: ദൈവം അവന്റേതായ ഏതൊരു വസ്തു അമാനത്തായി മനുഷ്യനെ ഏൽപ്പിക്കുകയും വിശ്വസ്തനായോ വഞ്ചകനായോ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകുകയും ചെയ്തിരിക്കുന്നുവോ അതേപ്പറ്റി മനുഷ്യനോട് അവൻ ആവശ്യപ്പെടുന്നു: നീ തൃപ്തിപൂർവം എന്റെ വസ്തു എന്റേത് എന്നു തന്നെ സമ്മതിക്കുക. ജീവിതം മുഴുവൻ അധികാരമുള്ള ഉടമ എന്ന നിലയ്ക്കല്ലാതെ വിശ്വസ്തനായ പ്രതിനിധി എന്ന നിലയിൽ അത് വിനിയോഗിക്കുക. വഞ്ചന ചെയ്യാൻ ഞാൻ നൽകിയ സ്വാതന്ത്ര്യം നീ സ്വമേധയാ വേണ്ടെന്ന് വെക്കുക. ഇപ്രകാരം ഇഹലോകത്തിലെ ക്ഷണിക ജീവിതത്തിൽ നിന്റെ സ്വാധികാരം എനിക്ക് വിൽക്കുക. സ്വയം ആർജിച്ചതല്ലാത്തതും ഞാൻ നൽകിയതുമായ സ്വാതന്ത്ര്യമാണത്. എങ്കിൽ പരലോകത്തിലെ ശാശ്വത ജീവിതത്തിൽ സ്വർഗം അതിന്റെ വിലയായി നിനക്ക് ലഭിക്കും. ഇതാണ് ആ കച്ചവടം. അല്ലാഹുവുമായി ഈ ഇടപാട് അംഗീകരിച്ച മനുഷ്യൻ വിശ്വാസിയാണ്.
ഇതേ ഇടപാടിന്റെ മറ്റൊരു പേരാണ് ഈമാൻ അഥവാ വിശ്വാസം. ഇത് നിരാകരിക്കുകയോ അഥവാ അംഗീകരിച്ച ശേഷം അങ്ങനെയൊരു ഇടപാട് നടന്നിട്ടേയില്ലെന്ന് തോന്നിക്കുന്ന നയം അനുവർത്തിക്കുകയോ ചെയ്യുന്ന ഏതൊരുത്തനും അവിശ്വാസിയാണ്. ഈ ഇടപാടിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നതിന്റെ സാങ്കേതിക നാമമത്രേ കുഫർ അഥവാ നിഷേധം. ഇതത്രേ പ്രസ്തുത കച്ചവട ഇടപാടിന്റെ യാഥാർത്ഥ്യം. ഇനി ഇതിന്റെ ഉള്ളടക്കം എന്തെല്ലാമെന്ന് പരിശോധിക്കാം. 1. ഈ ഇടപാട് മുഖേന അള്ളാഹു മനുഷ്യനെ 2 വലിയ പരീക്ഷണങ്ങളിൽ പെടുത്തിയിരിക്കുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച മനുഷ്യൻ ഉടമസ്ഥനെ മാത്രം ഉടമസ്ഥനായി അംഗീകരിക്കുകയും നന്ദികേടിനും ധിക്കാരത്തിനും മുതിരാതിരിക്കുകയും ചെയ്യാനുള്ള മാന്യത കാണിക്കുന്നുണ്ടോ എന്നതാണ് പ്രഥമ പരീക്ഷണം. ഇഹലോകത്ത് റൊക്കമായി ലഭിക്കാത്തതും നാളെ മരണാനന്തര ജീവിതത്തിൽ ദൈവം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുമായ വിലയ്ക്ക് പകരമായി മനുഷ്യൻ ഇഹലോകത്തെ അധികാരവും അതിന്റെ രസാനന്ദവും സന്തോഷപൂർവ്വം വിൽക്കാൻ സന്നദ്ധനാണോ? അത്രത്തോളം ദൈവത്തിൽ അവന് വിശ്വാസമുണ്ടോ? ഇതാണ് രണ്ടാമത്തെ പരീക്ഷണം. 2. ലോകത്ത് ഇസ്ലാമിക സമൂഹം രൂപം കൊള്ളുന്നതിനടിസ്ഥാനമായ കർമ്മശാസ്ത്ര നിയമമനുസരിച്ച് ഈമാൻ എന്നാൽ ഏതാനും വിശ്വാസങ്ങൾ അംഗീകരിക്കുന്നതിന്റെ പേരാകുന്നു. അത് അംഗീകരിച്ചു കഴിഞ്ഞ ഒരാളെപ്പറ്റി അവിശ്വാസിയെന്നോ മതഭ്രഷ്ടനെന്നോ വിധി കൽപ്പിക്കാൻ അയാൾ തന്റെ വിശ്വാസപ്രതിജ്ഞയിൽ കപടനാണെന്ന് വ്യക്തമായ തെളിവ് ലഭിക്കാത്തിടത്തോളം ഒരു ഖാദിക്കും നിർവാഹമില്ല. എന്നാൽ അള്ളാഹുവിങ്കൽ പരിഗണനീയമായ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യം ഇതാണ്: ചിന്തയിലും കർമ്മത്തിലും ഒരുപോലെ മനുഷ്യൻ തന്റെ സ്വാതന്ത്ര്യവും സ്വാധികാരവും അള്ളാഹുവിന് വിൽക്കുക, അവനുവേണ്ടി സ്വന്തം ഉടമാവകാശവാദം പൂർണ്ണമായി കൈയൊഴിക്കുകയും ചെയ്യുക. ഒരുവൻ ഇസ്ലാമിന്റെ പ്രതിജ്ഞാവചനം അംഗീകരിക്കുന്നു, നോമ്പ് നമസ്കാരാദികൾ അനുഷ്ഠിക്കുന്നു. എന്നാൽ തന്റെ ശരീരാത്മാക്കളുടെയും മാനസികവും ബുദ്ധിപരവും കായികവുമായ ശക്തികളുടെയും ധനത്തിന്റെയും ധനാഗമന മാർഗങ്ങളുടെയും എന്നുവേണ്ട തന്റെ സ്വാധീനത്തിലും അധികാര പരിധിയിലുമുള്ള സമസ്ത വസ്തുക്കളുടെയും ഉടമസ്ഥൻ താൻ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. അവയെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൈയടക്കി വെക്കുകയും ചെയ്യുന്നു. ഇത്തരമൊരു വ്യക്തി ഇഹലോകത്ത് സത്യവിശ്വാസിയായി മനസ്സിലാക്കപ്പെട്ടേക്കാം. എങ്കിലും അള്ളാഹുവിങ്കൽ അവൻ അവിശ്വാസിയായി മാത്രമേ ഗണിക്കപ്പെടൂ. എന്തുകൊണ്ടെന്നാൽ ഖുർആനിക ദൃഷ്ട്യാ സത്യവിശ്വാസത്തിന്റെ സാരാംശമായ കച്ചവട ഇടപാട് അള്ളാഹുവുമായി അവർ നടത്തിയിട്ടു തന്നെയില്ല. എവിടെ ദൈവപ്രീതിയുണ്ടോ അവിടെ ജീവനും ധനവും ത്യജിക്കാൻ വിസമ്മതിക്കുക, ദൈവഹിതമില്ലാത്തയിടത്ത് ജീവധനാദികൾ ത്യജിക്കുക. ഈ കർമ്മരീതി ഖണ്ഡിതമായി തെളിയിക്കുന്നത് ആ വിശ്വാസവാദി ജീവനും ധനവും ദൈവത്തിന് വിറ്റിട്ടില്ലെന്നാണ്. അഥവാ കച്ചവട കരാർ കഴിഞ്ഞ ശേഷവും വിറ്റ സാധനം പഴയ പോലെ തന്റേതായി കരുതുന്നുവെന്നാണ്. 3. സത്യവിശ്വാസത്തിന്റെ ഈ യാഥാർത്ഥ്യം ഇസ്ലാമിക ജീവിത രീതിയെയും അനിസ്ലാമിക ജീവിത രീതിയെയും പൂർണ്ണമായി വേർതിരിച്ചു കാണിക്കുന്നു. ശരിയായ അർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിച്ച മുസ്ലിം ജീവിതത്തിന്റെ സകല മേഖലകളിലും ദൈവപ്രീതിയെ അനുധാവനം ചെയ്യും. അവന്റെ കർമ്മരീതിയിൽ ഒരിടത്തും സ്വാധികാരത്തിന്റെ നിഴൽ പതിക്കുകയില്ല. താൽക്കാലികമായി വല്ലപ്പോഴും അശ്രദ്ധ പിടികൂടുകയും ദൈവവുമായുള്ള കച്ചവട കരാർ വിസ്മരിച്ച് അബദ്ധത്തിൽ വല്ലതും പ്രവർത്തിക്കുകയും ചെയ്തു പോയാൽ അത് മറ്റൊരു കാര്യം. അപ്രകാരം തന്നെ സത്യവിശ്വാസികളുടേതായ സമൂഹം വല്ല സാമൂഹിക നയമോ രാഷ്ട്രീയ നാഗരിക സാംസ്കാരിക രീതിയോ സാമ്പത്തിക സമീപനമോ രാഷ്ട്രാന്തരീയ നിലപാടോ ദൈവഹിതത്തിൽ നിന്നും ദൈവിക നിയമശാസനകളിൽ നിന്നും സ്വതന്ത്രമായിക്കൊണ്ട് അംഗീകരിക്കുകയില്ല. താൽക്കാലികമായ അശ്രദ്ധ മൂലം അങ്ങനെ വല്ലതും അംഗീകരിച്ചു പോയാൽ തന്നെ ബോധ്യപ്പെട്ട ഉടൻ സ്വതന്ത്ര നയം കൈവിടിഞ്ഞ് കീഴ്വണക്ക നയത്തിലേക്ക് തിരിച്ചുവരുന്നതാണ്. ദൈവത്തിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കുക, താനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തു ചെയ്യണമെന്നും ചെയ്യരുതെന്നും സ്വയം തീരുമാനിക്കുക. ഇത് ഏതു നിലയ്ക്കും അവിശ്വാസപരമായ ജീവിത രീതിയാണ്. ആ രീതി അവലംബിക്കുന്നവർ മുസ്ലിങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടാലും ശരി, അമുസ്ലിങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടാലും ശരി. ഈ ഇടപാട് പ്രകാരം മനുഷ്യൻ പിൻപറ്റാൻ ബാധ്യസ്ഥമായിരിക്കുന്ന ദൈവപ്രീതി അവൻ സ്വയം കണ്ടുപിടിച്ചതല്ല, ദൈവം തന്നെ നിർദ്ദേശിച്ചു കൊടുത്തതാണ്. മനുഷ്യൻ സ്വന്തമായി വല്ലതിനെയും ദൈവപ്രീതിക്കായി അവരോധിച്ച് അനുധാവനം ചെയ്യുന്നത് ദൈവപ്രീതിയുടെ അനുധാവനമല്ല, സ്വന്തം പ്രീതിയുടെ മാത്രം അനുധാവനമാണ്. ഇതാവട്ടെ കച്ചവട ഉടമ്പടിക്ക് കടകവിരുദ്ധവുമാകുന്നു.
തങ്ങളുടെ മുഴുജീവിത നയവും ദൈവിക ഗ്രന്ഥത്തിൽ നിന്നും ദൈവദൂതന്റെ മാർഗനിർദ്ദേശത്തിൽ നിന്നും ഉൾക്കൊള്ളുന്നവർ മാത്രമേ ദൈവവുമായുള്ള കച്ചവട കരാർ പാലിക്കുന്നവരായി അംഗീകരിക്കപ്പെടുകയുള്ളൂ. ഇതത്രേ പ്രസ്തുത ഇടപാടിന്റെ ഉള്ളടക്കം. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കച്ചവട ഇടപാടിൽ വില അഥവാ സ്വർഗം ഐഹിക ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് മാറ്റിവെച്ചതെന്തിനാണെന്ന് സ്വയം മനസ്സിലാവുന്നതാണ്. മനുഷ്യൻ തന്റെ ദേഹവും ധനവും ദൈവത്തിന് വിറ്റു എന്ന കേവല സമ്മതത്തിന്റെ പ്രതിഫലമല്ല സ്വർഗം. ഐഹിക ജീവിതത്തിൽ താൻ വിറ്റ വസ്തുവിലുള്ള സ്വതന്ത്ര കൈകാര്യം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വിശ്വസ്ത പ്രതിനിധിയായി ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്ത് അത് കൈകാര്യം ചെയ്യുക എന്ന കർമ്മനയത്തിന്റെ പ്രതിഫലമത്രേ അത്. ആകയാൽ വിറ്റവന്റെ ഐഹിക ജീവിതം ഇടപാട് നടന്നതു മുതൽ ജീവിതാന്ത്യം വരെ പൂർണ്ണമായും അതിന്റെ ഉപാധികൾ പാലിച്ചിട്ടുണ്ടെന്ന് ഫലത്തിൽ തെളിയുമ്പോൾ മാത്രമേ വിൽപ്പന പൂർണ്ണമാവുകയുള്ളൂ. അതിനു മുമ്പ് ന്യായപ്രകാരം വില വാങ്ങാൻ അയാൾ അർഹനാവുന്നില്ല. ഇനി പ്രഭാഷണ പരമ്പരയിൽ ഈ വിഷയം ഉൾക്കൊള്ളിച്ചതിന്റെ ഔചിത്യവും പ്രസക്തിയും എന്തെന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവമാർഗത്തിൽ ത്യാഗം ചെയ്യാൻ സന്നദ്ധതയില്ലാത്ത ആളുകളെക്കുറിച്ചാണല്ലോ പ്രതിപാദിച്ചു വന്നിരുന്നത്. സത്യവിശ്വാസം കൈക്കൊണ്ടു എന്നവർ വാദിച്ചിരുന്നുവെങ്കിലും പരീക്ഷണത്തിന്റെ നിർണായക നിമിഷം വന്നപ്പോൾ അവരിൽ ചിലർ അലസത കാരണവും മറ്റു ചിലർ ആത്മാർത്ഥത കുറവുകൊണ്ടും വേറെ ചിലർ ശുദ്ധ കാപട്യത്താലും ദൈവത്തിനും ദീനിനും വേണ്ടി സമയവും ധനവും താൽപര്യവും ജീവനും ബലിയർപ്പിക്കാൻ വിമുഖത കാണിച്ചു. ആ ഭിന്ന തരക്കാരായ വ്യക്തികളുടെയും വിഭാഗങ്ങളുടെയും നിലപാടിനെ നിരൂപണം ചെയ്ത ശേഷം ഇപ്പോൾ അവരെ വ്യക്തമായി അറിയിക്കുകയാണ്. നിങ്ങൾ അംഗീകരിച്ചുവെന്ന് അവകാശപ്പെടുന്ന സത്യവിശ്വാസത്തിന്റെ അർത്ഥം ദൈവമുണ്ടെന്നും ദൈവമേകനാണെന്നും മാത്രം അംഗീകരിക്കലല്ല, മറിച്ച് ദൈവം മാത്രമാണ് നിങ്ങളുടെ ദേഹത്തിന്റെയും ധനത്തിന്റെയും ഉടമസ്ഥനെന്ന് അംഗീകരിക്കലാണ്. ഇങ്ങനെ അംഗീകരിച്ച ശേഷം ശരീരവും സമ്പത്തും ദൈവാജ്ഞപ്രകാരം ബലിയർപ്പിക്കാൻ വിമ്മിട്ടം കാണിക്കുകയും മറുവശത്ത് ശക്തിയും വിഭവങ്ങളും ദൈവേച്ഛയ്ക്ക് വിപരീതമായി വിനിയോഗിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ഈമാൻ വാദം വ്യാജമാണെന്നതിന് തെളിവാണത്. പ്രയോഗത്തിൽ തന്നെ തങ്ങളുടെ ദേഹവും ധനവും ദൈവത്തിന് വിൽക്കുകയും അവനെ മാത്രം അവയുടെ ഉടമസ്ഥനായി മനസ്സിലാക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് യഥാർത്ഥ വിശ്വാസികൾ. അവന്റെ ആജ്ഞ ലഭിക്കുമ്പോൾ തന്നെ അവർ നിസ്സങ്കോചം സർവസ്വം ബലിയർപ്പിക്കാൻ സന്നദ്ധരാകുന്നു. അവന്റെ ആജ്ഞയില്ലാത്തയിടത്ത് ശാരീരിക മാനസിക ശക്തിയുടെ നിസ്സാരമായ ഒരംശമോ സാമ്പത്തിക ശേഷിയുടെ ചെറിയൊരു ഭാഗമോ പോലും ചെലവഴിക്കാൻ അവർ തയ്യാറാകുന്നതുമല്ല. ഈ സൂക്തത്തിൽ പറയുന്ന വഅദ് അഥവാ കരാർ തൗറാത്തിലും ഇഞ്ചീലിലുമില്ലെന്ന പേരിൽ ധാരാളം വിമർശനങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇഞ്ചീലിനെ അഥവാ ബൈബിൾ പുതിയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്. ഇന്ന് ലോകത്ത് നിലവിലുള്ള ഇഞ്ചീലുകളിൽ ഇവിടെ ഓതിവെച്ച സൂക്തത്തിന് സദൃശ്യമായ ഒട്ടേറെ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണം, നേർവഴി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. മത്തായി 5:10. തന്റെ ജീവനെ രക്ഷിക്കുന്നവൻ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളയുന്നവൻ അതിനെ രക്ഷിക്കും. മത്തായി 10:39. എന്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ ശാശ്വത ജീവിതത്തെയും അവകാശമാക്കും. മത്തായി 19:29. എന്നാൽ നിലവിലുള്ള തൗറാത്തിൽ അഥവാ ബൈബിൾ പഴയ നിയമത്തിൽ ഈ വിഷയം കാണാനില്ല എന്നത് ശരി തന്നെ. ഇതൊന്നു മാത്രമല്ല, മരണാനന്തര ജീവിതം, വിധിദിനം, പാരത്രിക രക്ഷാശിക്ഷകൾ എന്നിവ സംബന്ധിച്ച വിഭാവനയും അതിലില്ല. ഈ കാര്യങ്ങളിലുള്ള വിശ്വാസമാകട്ടെ എക്കാലവും സത്യമതത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. നിലവിലുള്ള തൗറാത്തിൽ ഇതില്ലെന്നതുകൊണ്ട് തൗറാത്തിൽ ഇതുണ്ടായിരുന്നില്ല എന്ന് അർത്ഥമാക്കുന്നത് ശരിയല്ല. ജൂതന്മാരുടെ അധപതന കാലത്ത് അതെല്ലാം മാറ്റിമറിക്കപ്പെടുകയാണുണ്ടായത്. അന്നവർ ഭൗതികന്മാരും ലൗകിക സുഖാന്വേഷികളുമായി മാറുകയുണ്ടായി. ഭൗതിക ലോകത്ത് ലഭിക്കുന്നത് മാത്രമായിരുന്നു അവരുടെ ദൃഷ്ടിയിൽ അനുഗ്രഹവും പാരിതോഷികവും. തത്ഫലമായി ദൈവിക ഗ്രന്ഥത്തിൽ ദൈവത്തോടുള്ള അടിമത്തത്തിനും അനുസരണത്തിനും പകരം എന്തെല്ലാം പാരത്രിക അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നുവോ അതെല്ലാം അവർ ഭൗതികമായി വ്യാഖ്യാനിച്ചു. സ്വർഗത്തെക്കുറിച്ച ഏത് വിവരണവും വാഗ്ദത്ത ഭൂമിയായ ഫലസ്തീനുമായി ബന്ധപ്പെടുത്തുകയാണുണ്ടായത്.
ഉദാഹരണമായി പഴയ നിയമത്തിൽ പലയിടത്തും ഇങ്ങനെ പ്രതിപാദിച്ചതായി കാണാം: ഇസ്രയേലേ, കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ആവർത്തന പുസ്തകം 6:4-5 വരെ. അവനല്ലോ നിന്റെ പിതാവ്, നിന്നെ ഉടമപ്പെടുത്തിയവൻ. അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. ആവർത്തന പുസ്തകം 32:6. എന്നാൽ ഈ ദൈവിക ബന്ധത്തിന്റെ പ്രതിഫലമായി വിവരിച്ചിട്ടുള്ളത് പാലും തേനും ഒഴുകുന്ന ഫലസ്തീൻ ഭൂമിയുടെ ഉടമസ്ഥരാവുക എന്നതാണ്. ഇതിന് ഒന്നാമത്തെ കാരണം ഇതാണ്: തൗറാത്ത് ഇപ്പോഴുള്ള രൂപത്തിൽ പൂർണ്ണമല്ല, ദൈവിക വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്നതുമല്ല, മറിച്ച് ധാരാളം വ്യാഖ്യാന വചനങ്ങൾ ദൈവവചനങ്ങളോടൊപ്പം കലർന്നു ചേർന്നിരിക്കുന്നു. ജൂതന്മാരുടെ ദേശീയ പാരമ്പര്യങ്ങൾ, വംശപക്ഷപാതം, ഐതിഹ്യങ്ങൾ, ആശയാഭിലാഷങ്ങൾ, തെറ്റിദ്ധാരണകൾ, നിയമപരമായ ഗവേഷണങ്ങൾ തുടങ്ങിയവ നല്ലൊരളവിൽ ദൈവവചനങ്ങളുമായി വാചക ശൃംഖലയിൽ കൂടിക്കലർന്നിരിക്കുകയാണ്. മിക്ക സ്ഥലങ്ങളിലും മൂലവചനത്തെ ഈ അധികപ്പറ്റുകളിൽ നിന്നും വേർതിരിച്ചെടുക്കുക തികച്ചും അസാധ്യമായിരിക്കുന്നു. ആലു ഇമ്രാൻ 2-ാം സൂക്തത്തിന് നാം നൽകിയ വിശദീകരണം ഓർക്കുക: الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. അല്ലാഹുവിങ്കിലേക്ക് ആവർത്തിച്ചു മടങ്ങുന്നവർ, അവനെ കീഴ്വണങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അവന്റെ സ്തുതികൾ സങ്കീർത്തനം ചെയ്യുന്നവർ, അവനുവേണ്ടി ദേശാടനത്തിലേർപ്പെട്ടവർ, അവനെ നമിക്കുകയും പ്രണമിക്കുകയും ചെയ്യുന്നവർ, നന്മകൾ കൽപ്പിക്കുകയും തിന്മകൾ നിരോധിക്കുകയും ചെയ്യുന്നവർ, അല്ലാഹുവിന്റെ നിയമപരിധികൾ സൂക്ഷിക്കുന്നവർ, ഇവരൊക്കെയാണ് അല്ലാഹുവുമായി ഈ കച്ചവടം നടത്തിയ സത്യവിശ്വാസികൾ. പ്രവാചകൻ ആ സത്യവിശ്വാസികളെ ശുഭവാർത്ത അറിയിച്ചുകൊള്ളുക. ആയത്തിൽ പ്രയോഗിച്ച അത്തായിബൂനിന് പശ്ചാത്തപിക്കുന്നവർ എന്നാണ് ശബ്ദാർത്ഥം. പശ്ചാത്താപം സത്യവിശ്വാസികളുടെ സ്ഥിരം സ്വഭാവങ്ങളിലൊന്നാണെന്ന് ഇവിടുത്തെ വാചക ശൈലി വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ ഒരു പ്രാവശ്യം പശ്ചാത്തപിക്കുന്നവരെന്നല്ല, സദാ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുന്നവർ എന്നാണ് അർത്ഥം. തൗബയുടെ മൂലാർത്ഥം മടങ്ങുക എന്നാകുന്നു. ഈ പദത്തിന്റെ യഥാർത്ഥ ചൈതന്യം പ്രകാശിപ്പിക്കുന്നതിന് നാം ആശയവിവർത്തനമായി അല്ലാഹുവിങ്കലേക്ക് ആവർത്തിച്ചു മടങ്ങുന്നവർ എന്ന് കൊടുത്തിരിക്കുന്നു. സത്യവിശ്വാസി പൂർണ്ണബോധത്തോടെ ദേഹവും ധനവും അല്ലാഹുവിന് വിറ്റിരിക്കുന്നുവെന്നത് ശരി തന്നെ. എന്നാൽ ബാഹ്യസ്ഥിതി വെച്ച് നോക്കുമ്പോൾ സ്വന്തം ദേഹവും ധനവും തന്റേതു തന്നെയാണെന്നാണ് തോന്നുക. ശരീരത്തിന്റെയും സമ്പത്തിന്റെയും സാക്ഷാൽ ഉടമസ്ഥൻ അല്ലാഹുവാണെന്ന വസ്തുത അനുഭവഗോചരമായ കാര്യമല്ല, കേവലം താത്വികമായ യാഥാർത്ഥ്യമാണ്. അതിനാൽ സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ അല്ലാഹുവുമായുള്ള കച്ചവടക്കാർ താൽക്കാലികമായി വിസ്മരിക്കുകയും അശ്രദ്ധനായി സ്വയം നിർമ്മിച്ച കർമ്മരീതി സ്വീകരിച്ചു പോരുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ പലപ്പോഴുമുണ്ടാകാം. എന്നാൽ ആ താൽക്കാലിക വിസ്മൃതി നീങ്ങുകയും അശ്രദ്ധയിൽ നിന്ന് ഉണരുകയും കരാറിന് വിപരീതം പ്രവർത്തിച്ചു പോയെന്ന് ബോധ്യമാവുകയും ചെയ്യുന്നതോടെ യഥാർത്ഥ വിശ്വാസിക്ക് ഖേദം അനുഭവപ്പെടുന്നു. ലജ്ജാവിവശനായി അല്ലാഹുവിങ്കലേക്ക് മടങ്ങുകയും മാപ്പിരക്കുകയും കരാർ പുതുക്കുകയും ചെയ്യുന്നു. ആവർത്തിച്ചുള്ള ഈ പശ്ചാത്താപം, പിന്നെയും പിന്നെയും ദൈവത്തിലേക്കുള്ള ഈ മടക്കം, ഓരോ വീഴ്ചയ്ക്ക് ശേഷവും അനുസരണത്തിലേക്കുള്ള തിരിച്ചുവരവ്, ഇതത്രേ ഈമാനിന്റെ സുസ്ഥിരതയ്ക്കുള്ള ഗ്യാരണ്ടി. മനുഷ്യൻ ജന്മനാ ദൗർബല്യങ്ങളുടെ ഉടമയാണെന്നിരിക്കെ ഒരിക്കൽ ദൈവത്തിന് ദേഹവും ധനവും വിറ്റതിൽ പിന്നെ പൂർണ്ണബോധാവസ്ഥയിൽ എന്നും ആ കച്ചവട കരാറിന്റെ താൽപര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക, ഒരിക്കലും അശ്രദ്ധയോ മറവിയോ ബാധിക്കാതിരിക്കുക, ഇതൊന്നും അവന്റെ കഴിവിൽപ്പെട്ട കാര്യമല്ല തന്നെ. അതുകൊണ്ടുതന്നെ അടിമത്ത മാർഗത്തിൽ വന്നു കഴിഞ്ഞ ശേഷം ഒരിക്കലും വഴുതിപ്പോകാത്തവൻ എന്നല്ല സത്യവിശ്വാസിയുടെ നിർവചനം. പലപ്പോഴും വഴുതിക്കൊണ്ടിരുന്നിട്ടും ദൈവമാർഗത്തിലേക്ക് വീണ്ടും തിരിച്ചു ചെല്ലുന്നു എന്നതാണ് സത്യവിശ്വാസിയുടെ ശ്ലാഘനീയമായ സവിശേഷതയായി അല്ലാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന് പ്രാപ്യമായ ഏറ്റവും വലിയ നന്മയും അതുതന്നെ.
ഇവിടെ സത്യവിശ്വാസികളുടെ ഗുണത്തിൽ ഒന്നാമത്തേതായി തൗബയെ എടുത്തു പറഞ്ഞതിൽ മറ്റൊരു താൽപര്യം കൂടിയുണ്ട്. വിശ്വാസത്തിന് വിരുദ്ധമായ ചെയ്തികൾ പ്രകടമായ ആളുകളെക്കുറിച്ചാണല്ലോ പ്രതിപാദിച്ചു വന്നത്. സത്യവിശ്വാസത്തിന്റെ യാഥാർത്ഥ്യവും അതിന്റെ മൗലിക താൽപര്യവും വിവരിച്ചു കൊടുത്ത ശേഷം അവരെ ഉണർത്തിക്കുകയാണ്. വിശ്വാസം അവലംബിച്ചവരിൽ അനിവാര്യമായും ഉണ്ടാകേണ്ടിയിരുന്ന ഗുണങ്ങളിൽ ഒന്നാമത്തേത് പശ്ചാത്താപമാണ്. വല്ലപ്പോഴും അടിമത്ത സരണിയിൽ നിന്ന് കാലിടറിപ്പോയാൽ ഉടൻ തിരിച്ചുവരിക, വ്യതിചലനത്തിൽ ഉറച്ചു നിൽക്കുകയോ മുന്നോട്ടു പോവുകയോ ചെയ്യാതിരിക്കുക എന്നതാണ് അവരുടെ ഗുണം. ആയത്തിൽ പറഞ്ഞിരിക്കുന്ന അസ്സായിഹൂൻ എന്ന വാക്കിന് വ്യാഖ്യാതാക്കളിൽ ചിലർ അസ്വായിമൂൻ അഥവാ നോമ്പ് നോൽക്കുന്നവർ എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. എന്നാൽ സിഹായത്തിന് നോമ്പ് എന്നർത്ഥം ആലങ്കാരികമാണ്, അസൽ ഭാഷാർത്ഥമല്ല. നബി തിരുമേനി അതിന് ഈ അർത്ഥം നൽകിയതായി കാണിക്കുന്ന ഹദീസിന്റെ തിരുമേനിയിലേക്കുള്ള പരമ്പര ശരിയല്ല. അതുകൊണ്ട് ഈ ശബ്ദത്തിന് ഭാഷാർത്ഥം തന്നെ നൽകുന്നതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. ഖുർആനിൽ പലയിടത്തും ചെലവ് ചെയ്യുക എന്ന സാമാന്യാർത്ഥമുള്ള ഇൻഫാഖ്, ദൈവമാർഗത്തിൽ ചെലവ് ചെയ്യുക എന്ന പ്രത്യേക അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ സിയാഹത്ത് എന്നാൽ കേവലം ചുറ്റിക്കറങ്ങലല്ല ഉദ്ദേശ്യം, പാവനവും ഉന്നതവും ദൈവപ്രീതി ലക്ഷ്യം വെച്ചുള്ളതുമായ യാത്രകളാണ്. ഉദാഹരണമായി ദീനിന്റെ സംസ്ഥാപനാർത്ഥമുള്ള ജിഹാദ്, കുഫറിന്റെ നാട്ടിൽ നിന്നുള്ള പലായനം, മതപ്രബോധനം, പൊതുജന സംസ്കരണം, ഉത്തമ വിജ്ഞാന സമ്പാദനം, ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ നിരീക്ഷണം, ഹലാലായ ആഹാര സമ്പാദനം മുതലായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ. ഇവിടെ സത്യവിശ്വാസികളുടെ ഗുണങ്ങളിൽ സവിശേഷമായി ഇത് എടുത്തു പറയാൻ കാരണമുണ്ട്. വിശ്വാസികളെന്ന അവകാശവാദത്തോടൊപ്പം തന്നെ സമരകാഹളം മുഴങ്ങിയപ്പോൾ പുറത്തിറങ്ങാതെ വീട്ടിൽ ചടഞ്ഞുകൂടിയ കൂട്ടരെ അറിയിക്കുകയാണ്, യഥാർത്ഥ വിശ്വാസിക്ക് താൻ വിശ്വാസിയാണെന്ന വാദം മുഴക്കി സ്വസ്ഥനായിരിക്കുക സാധ്യമല്ല. അവൻ ദൈവവാക്യം ഉയർത്തിപ്പിടിക്കാൻ വീടുവിട്ടിറങ്ങുകയും അതിന്റെ താൽപര്യങ്ങൾ പൂർത്തീകരിക്കാനായി ലോകത്ത് ഓടി നടന്ന് അധ്വാനിക്കുകയും ചെയ്യും. അതെ, ആദർശവിശ്വാസം, ആരാധന, സദാചാരം, സാമൂഹിക, നാഗരിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകൾ, നീതിന്യായം, യുദ്ധം, സന്ധി എന്നിവയിലെല്ലാം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വിധിവിലക്കുകൾ പൂർണ്ണ നിഷ്കർഷതയോടെ പാലിക്കുന്നവരാണ് അൽ ഹാഫിലൂന ലിഹുദൂദില്ല, അഥവാ അള്ളാഹുവിന്റെ നിയമപരിധികൾ സൂക്ഷിക്കുന്നവർ. തങ്ങളുടെ വ്യക്തിപരവും സാമൂഹികവുമായ പ്രവർത്തനങ്ങൾ അവർ ആ പരിധിക്കുള്ളിൽ ഒതുക്കി നിർത്തും. ഒരിക്കലും അവ അതിലംഘിച്ച് തോന്നിവാസം പ്രവർത്തിക്കുകയില്ല. ദൈവിക നിയമങ്ങൾക്ക് പകരം സ്വയം ഉണ്ടാക്കിവെച്ച നിയമങ്ങളോ മറ്റ് മനുഷ്യനിർമ്മിത നിയമങ്ങളോ ജീവിത വ്യവസ്ഥയായി അംഗീകരിക്കുകയില്ല. അള്ളാഹുവിന്റെ പരിധികൾ സംരക്ഷിക്കുന്നതിന്റെ അർത്ഥവ്യാപ്തിയിൽ ആ പരിധികൾ സ്ഥാപിച്ചു നിലനിർത്തുന്നതും തകരാതെ സൂക്ഷിക്കുന്നതും പെടുന്നു. അപ്പോൾ യഥാർത്ഥ വിശ്വാസികളുടെ സവിശേഷത അള്ളാഹുവിന്റെ പരിധികൾ സ്വയം പാലിക്കുക എന്നത് മാത്രമല്ല, ലോകത്ത് അള്ളാഹുവിന്റെ നിയമപരിധികൾ സ്ഥാപിക്കാൻ പരിശ്രമിക്കുന്നതും അവ കാത്തു സൂക്ഷിക്കുന്നതും ലംഘിക്കപ്പെടാതിരിക്കാൻ സർവാത്മനാ ശ്രമിക്കുന്നതും അവരുടെ സവിശേഷതകളിൽ പെടുന്നു. ما كان للنبي والذين آمنوا أن يستغفروا للمشركين ولو كانوا أولي قربى من بعد ما تبين لهم أنهم أصحاب الجحيم. നരകാവകാശികളാണെന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളുടെ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക പ്രവാചകനും സത്യവിശ്വാസികളായവർക്കും ഭൂഷണമല്ല തന്നെ, അവർ എത്ര ഉറ്റബന്ധുക്കളായിരുന്നാലും ശരി. ഒരാൾക്കു വേണ്ടി മാപ്പിരക്കുക എന്നത് അനിവാര്യമായും രണ്ടർത്ഥം ഉൾക്കൊള്ളുന്നു. ഒന്ന്, നമുക്കയാളോട് സ്നേഹവും അനുഭാവവും ഉണ്ട്. രണ്ട്, അയാളുടെ തെറ്റ് പൊറുക്കപ്പെടാവുന്നതായി നാം കരുതുന്നു. അനുസരണശീലരുടെ കൂട്ടത്തിലായിരിക്കെ തെറ്റ് പ്രവർത്തിച്ചു പോകുന്ന ആളുകളുടെ കാര്യത്തിൽ മാത്രമേ ഈ രണ്ട് സംഗതിയും ശരിയാവുകയുള്ളൂ. എന്നാൽ ധിക്കാരിയെന്ന് കുപ്രസിദ്ധനായ ഒരാളോട് സ്നേഹാനുഭാവം കാണിക്കരുത്. അവന്റെ കുറ്റം പൊറുക്കപ്പെടാവുന്നതാണെന്ന് ധരിക്കുകയും ചെയ്യരുത്. അതെല്ലാം മൗലികമായി തെറ്റാണെന്ന് മാത്രമല്ല, നമ്മുടെ തന്നെ കൂറിനെ സംശയാസ്പദമാക്കുക കൂടി ചെയ്യും.
നമ്മുടെ ബന്ധുവാണെന്ന കാരണത്താൽ മാത്രമാണ് അയാൾക്ക് മാപ്പ് നൽകപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ പക്കൽ ദൈവത്തോടുള്ള കൂറിന്റെ താൽപര്യങ്ങളെക്കാൾ വിലപ്പെട്ടത് കുടുംബ ബന്ധമാണെന്നാണ്. ദൈവത്തോടും ദൈവിക ദീനിനോടും നമുക്കുള്ള സ്നേഹം നിഷ്കളങ്കമല്ലെന്നും ദൈവധിക്കാരികളോട് നമുക്കുള്ള ബന്ധുത്വം അതേ സ്വഭാവത്തിൽ ദൈവവും അംഗീകരിച്ചു കൊള്ളണമെന്നാണ്. നമ്മുടെ ബന്ധുവിന് എന്തായാലും മാപ്പ് ലഭിക്കണം. അതേ കുറ്റം ചെയ്യുന്ന മറ്റാളുകൾ നരകത്തിൽ എറിയപ്പെടുന്നുവെങ്കിൽ ആവട്ടെ. ഈ മനോഭാവം തികച്ചും തെറ്റാണ്. ആത്മാർത്ഥതയ്ക്കും കൂറിനും സത്യവിശ്വാസത്തിനും വിരുദ്ധവുമാണ്. ദൈവത്തോടും ദൈവിക ദീനിനോടും നമുക്കുള്ള സ്നേഹം നിഷ്കളങ്കമായിരിക്കണം. ദൈവത്തിന്റെ മിത്രം നമ്മുടെ മിത്രവും ദൈവത്തിന്റെ ശത്രു നമ്മുടെ ശത്രുവുമായിരിക്കണം. അതാണ് ഈമാൻ താൽപര്യപ്പെടുന്നത്. ഇതുകൊണ്ടെല്ലാമാണ് ബഹുദൈവ വിശ്വാസികൾക്കു വേണ്ടി പാപമോചനത്തിന് പ്രാർത്ഥിക്കരുത് എന്ന് പറയാതെ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഭൂഷണമല്ല എന്ന് പറഞ്ഞത്. അതായത്, നാം വിലക്കിയതുകൊണ്ട് മാത്രം നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് ഒരു വലിയ കാര്യമല്ല. ദൈവധിക്കാരികളോട് അനുഭാവം പുലർത്തുന്നതും അവരുടെ കുറ്റം മാപ്പർഹിക്കുന്നതായി കരുതുന്നതും ഭൂഷണമല്ലെന്ന് സ്വയം ബോധ്യപ്പെടാൻ മാത്രം നിങ്ങളുടെ കൂറും ഭക്തിയും തീക്ഷ്ണമായിരിക്കണം. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട്. ദൈവധിക്കാരികളോട് അനുഭാവം പാടില്ലെന്ന് പറഞ്ഞത് മതകാര്യത്തിൽ കൈകടത്തലായിത്തീരുന്ന അനുഭാവത്തെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ മാനുഷിക സഹാനുഭൂതി, ലൗകിക ബന്ധങ്ങളിൽ സഹകരണം, ചാർച്ചയെ ചേർക്കൽ, കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും പെരുമാറ്റം ഇതൊന്നും ഒരിക്കലും നിഷിദ്ധമല്ല, എന്നല്ല അഭികാമ്യവുമാണ്. ബന്ധു വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ ലൗകികമായ അവകാശങ്ങൾ തീർച്ചയായും നിറവേറ്റിക്കൊടുക്കണം. ആപത്തിനിരയായ മനുഷ്യനെ ഏതവസ്ഥയിലും സഹായിക്കണം. അവശർക്കും അശരണർക്കും ആശ്വാസം അരുളണം. രോഗികളോടും മുറിവേറ്റവരോടുമുള്ള സഹതാപത്തിന് ഒരു കുറവും പാടില്ല. അനാഥ കുട്ടികൾ വാത്സല്യപൂർവ്വം പരിപാലിക്കപ്പെടണം. ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും ഒരിടത്തും വിവേചനം പാടില്ല, മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ.